കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ഓണത്തിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. എല്ലാവർക്കും ഈ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാകും, അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്കേവർക്കും അറിയുന്നതുമാകാം. അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും അറിയാത്തവർക്ക് പുതുമയുമാണ് ഐതിഹ്യങ്ങൾ, അല്ലേ? ഐതിഹ്യപ്രകാരം 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ദാനശീലനായിരുന്ന മഹാരാജാവായിരുന്നു പ്രഹ്ലാദ പൗത്രനായ മഹാബലി. അദ്ദേഹം മഹാനായ അസുര സമ്രാട്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും ഓരോ പാട്ടിന്റെ ഈരടികളായി തന്നെ നമ്മളുടെ മനസ്സിലുണ്ട്, അല്ലേ? മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിന്റെ പ്രതീകമാണല്ലോ ഓണം. ഈ ഓണത്തിന് നാം എന്തൊക്കെയാണ് ഒരുക്കുന്നത്? മഹാബലി തമ്പുരാനെ കാണാൻ. തിരുവോണ നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും ഈ 10 ദിവസവും ആഘോഷത്തിന്റെ അവസരങ്ങളാണ്. വിളവെടുപ്പിന്റെ കാലമായും ഓണം അറിയപ്പെടുന്നു. ഇനി ഐതിഹ്യത്തിലേക്ക് പോകാം. പ്രഹ്ലാദപൗത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിച്ചിരുന്ന അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം ആചരിച്ചുകൊണ്ടിരിക്കെ ഹ്രസ്വകായനും തേജസ്വിയുമായ ഒരു ബാലൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു. ഈ തേജസ്വിയായ ബാലൻ ആരാണെന്നും അതിനു പുറകിലെ കഥ എന്താണെന്നും നമ്മൾക്ക് കേട്ടാലോ? മഹാബലി ചക്രവർത്തി നീതിമാനും ദാനശീലനുമായിരുന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. ദാരിദ്ര്യമോ അനീതിയോ ഇല്ലാത്ത ഒരു നാടായിരുന്നു അത്. മഹാബലിയുടെ ജനപ്രീതിയും ശക്തിയും വർദ്ധിച്ചതോടെ ദേവന്മാർ ആശങ്കപ്പെട്ടു. അവർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണന്റെ രൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലെത്തി. ആ ഹ്രസ്വകായനായ ബാലൻ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആചാരപ്രകാരം മഹാബലി ഈ തേജസ്വിയായ ബാലനെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തന്റെ കാൽച്ചുവട് കൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം വേണമെന്ന് ആ ബാലൻ അപേക്ഷിച്ചു. ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണു അല്ലാതെ മറ്റാരുമല്ലെന്ന് തന്റെ ഗുരുവായ ശുക്രാചാര്യർ സൂചന നൽകിയിട്ട് പോലും ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലി ഉടൻ തന്നെ ബാലന്റെ അപേക്ഷ സ്വീകരിച്ചു. 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്നു പേരായ ആ ബാലൻ ഭീമാകാരമായ രൂപമെടുത്തുകൊണ്ട് തന്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായും അളന്നു. അതിനുശേഷം 2-ാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു. ഈ 2 ചുവടുകൊണ്ടു തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനായും ഭൂമിയും ആകാശവും അളക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 3-ാം ചുവട് എവിടെയാണ് വെക്കേണ്ടത് എന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ചക്രവർത്തി 3-ാം ചുവട് വയ്ക്കുവാനായി തികഞ്ഞ ഭക്തിയോടെയും സമർപ്പണ മനോഭാവത്തോടെയും തന്റെ ശിരസ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സമർപ്പണ ഭാവത്തിന്റെ അംഗീകാരമെന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിന്റെ ഇന്ദ്രനായി വാഴിക്കാമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതോടൊപ്പം പാതാളത്തിന്റെ കവാടത്തിന് താൻ സ്വയം കാവൽ നിൽക്കുമെന്നും വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോടൊത്തുചേരുന്നതിനായി പാതാളത്തിൽ നിന്നും തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുവാദവും നൽകി. ആ ദിവസമാണ് നാം ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. നമ്മൾ കേൾക്കുന്ന ഓരോ ഐതിഹ്യ കഥകളിലും എത്രയെത്ര നിഗൂഢ അർത്ഥങ്ങളാണ്. നാം കേൾക്കുന്ന ഐതിഹ്യ കഥകളിൽ എത്രയെത്ര നിഗൂഢ അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? മാവേലി നാട് വാണിടും കാലം
മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ ഈരടികൾ പാടാത്തത് ആരാണുള്ളത് അല്ലേ? ഈ വരികൾ മഹാബലിയുടെ ഭരണകാലത്തെ സമത്വത്തിൻ്റെയും നീതിയുടെയും ഓർമ്മപ്പെടുത്തലാണ്. ഇന്നും ഓണം മലയാളികളുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശവുമായി എത്തിച്ചേരുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.